ചെറുപയർ തോരനും കറിയൊക്കെ കഴിച്ച് നിങ്ങൾ മടുത്തിരിക്കുകയാണോ? എന്നാൽ പിന്നെ കുറച്ച് ചെറുപയർ എടുത്തോ, നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. നല്ലൊരു ചെറുപയർ പായസം ഉണ്ടാക്കാവേ. അപ്പോൾ ഇതേ ഞാനൊരു 3/4 കപ്പ് ചെറുപയർ ഇവിടെ എടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് എടുത്തതാണേ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ 2-3 വട്ടം കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. ഒരു 5 വിസിലൊക്കെ അടിക്കണേ. കാരണം നമ്മളിത് സോക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് അത്രയും വിസിലടുപ്പിക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് പാനിയൊക്കെ എടുക്കണം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് കട്ടിയായി പോരുത്, കുറച്ചൊരു സ്മൂത്തായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ കരിമ്പിൻ്റെയൊക്കെ വേസ്റ്റും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പൊടിയൊക്കെ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മളിത് പായസത്തിലോട്ട് ഒഴിക്കാൻ. അപ്പോൾ ദേ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് തുറന്നിട്ട് കുറച്ച് പയറിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പായസത്തിന് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ആ ഫ്ലെയിമിലൊന്നിരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ പയറും കൂടെ കിടന്ന് ഒന്ന് മിക്സായി വരട്ടെ. അത്യാവശ്യം നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പഞ്ചസാരയിലിട്ടാണ് ഇത് രണ്ടും കൂടി എടുത്ത് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ കളറിലിരിക്കുന്നത്. അത് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫ്ലേവർ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട്. ഇനി ഞാനിവിടെ ആദ്യം 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ക്യാനിലുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആദ്യം 2-ാം പാൽ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതങ്ങോട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും 1-ാം പാലും കൂടി ഒഴിച്ചു. ഈ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നമ്മളങ്ങോട്ട് തിളപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി നമുക്ക് ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാവേ. ആ നെയ്യിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കുഞ്ഞിതായിട്ട് തേങ്ങാക്കൊത്താക്കി വെച്ചിരിക്കുന്നതാണ്. അതിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന പോലെ വറുത്തെടുക്കണം. കൂട്ടത്തിൽ കുറച്ച് ക്യാഷ്യൂവും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തിൽ കിടന്ന് അങ്ങോട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു മൂത്ത് കഴിയുമ്പോഴത്തേക്കൊരു മണമൊക്കെ വരും കേട്ടോ. നല്ലൊരു മണമാണ് കിട്ടുന്നത്. നമ്മൾ പായസം കുടിക്കുമ്പോഴും ഈ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെല്ലാം കൂടി നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാവും. അപ്പോൾ നമ്മൾ പല പായസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പ്രഥമന്, പാലട, സേമിയ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇനി ചെറുപയർ വെച്ചിട്ടും കൂടി ഒന്ന് പായസം ഉണ്ടാക്കി നോക്കണേ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ശരിക്കും പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചൂടോടെ കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനാണ്. അത് വല്ലാത്തൊരു ഇഷ്ടമാണ് അത്. അല്ലെങ്കിൽ ഇന്നുണ്ടാക്കിയ പായസം ഫ്രിഡ്ജിൽ നിന്ന് നാളെ കുടിക്കുമ്പോഴും ഒരു വല്ലാത്ത ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.